പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് സയൻസ് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ്, അങ്ങനെ ഒരു മീറ്റിങ്ങാണ്. ഞാൻ പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം സൗഖ്യം തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് ഈ സൗഖ്യം സംഭവിക്കുന്നത്? ഇവിടെ 2 ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്. മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ട്, അടുത്ത് വേറൊന്നുണ്ട്, പൊയ്യാനി ഹോസ്പിറ്റലുണ്ട്. അവിടെ എങ്ങനെയാണ് സൗഖ്യം നടക്കുന്നത്? ഒരു രോഗിയെ കൊണ്ട് ആശുപത്രി ചെന്നാൽ ഡോക്ടർമാർ പരിശോധിക്കും, മെഡിസിൻസ് കൊടുക്കും, അതിൽ കൂടെ സൗഖ്യങ്ങൾ ലഭിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ഡോക്ടറില്ല, അല്ലെങ്കിൽ ഒരു ആശുപത്രിയല്ല, നമ്മൾ സൗഖ്യത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുക. എങ്ങനെയാണ് സൗഖ്യം സംഭവിക്കുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ കേരളത്തിലെ ആശുപത്രികളിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ മെഡിസിൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മളൊരു ഡോക്ടറെ അടുക്കൽ ചെന്നേച്ച് ഡോക്ടർ ഒരു മെഡിസിൻ എഴുതിയാൽ അത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യുന്നത്? അതിനകത്ത് ചില പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ 3 നേരം കഴിക്കണം, അല്ലെങ്കിൽ 2 നേരം കഴിക്കണം, അല്ലെങ്കിൽ 1 നേരം കഴിക്കണം എന്നുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മളത് കഴിക്കുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? രോഗം മാറത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവിക സൗഖ്യവും അനുഭവിക്കാൻ പറ്റുന്നത്. ഇതിനകത്തുണ്ട് സകലതും. അത് നമ്മൾ ഉപയോഗിക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ശക്തിയും സൗഖ്യവും അത് നമുക്കെല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ്. അതാര് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി, ഒരു അത്ഭുതമായി, ഒരു മിറക്കിളായിട്ടൊക്കെ അനുഭവിക്കും. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ജോലി ചെയ്തിരുന്ന സമയത്ത് മിക്കവാറും ഒരു മാസം 2 പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ പോകും. മിനിമം 2 ടൈംസ് ഹോസ്പിറ്റലിൽ പോകും. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴത്തേന് ഹോസ്പിറ്റലിലോട്ടാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ ഞാൻ പല രോഗങ്ങൾക്ക് സൗഖ്യം ആശുപത്രി മുഖാന്തരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ 2013 അവസാനമാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് അപ്പോസ്തോലിക് ലിവിങ് ഫെയ്ത്ത് ചർച്ചിലാണ് വന്ന് ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് BP-യുടെ മരുന്ന് 2 നേരം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് മുമ്പ് 8 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് വരുന്ന ആളാണ്. ബ്ലഡ് പ്രഷർ കാരണം പലപ്പോഴും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. BP കൂടുമ്പോഴത്തേന് ചെക്ക് ചെയ്യും, മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. 8 വർഷം കഴിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, കുര്യൻ, യു ഹാവ് ടു കണ്ടിന്യൂ ദിസ് മെഡിസിൻ ഫോർ ലൈഫ് ലോങ് എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടത്. മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ ഞാൻ അപ്പോസ്തോലിക് ലിവിങ് ഫെയ്ത്ത് ചർച്ചിൻ്റെ ആരാധനയിൽ ആദ്യത്തെ ദിവസം 2014 ജനുവരി മാസം ഫസ്റ്റ് വീക്കിലുള്ള ആരാധനയിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. അന്ന് സംബന്ധിച്ചപ്പോൾ PG വരീസ് സംഘങ്ങളാണ് അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ആരാധനയൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഞങ്ങൾ വീട്ടിൽ പോയി. നെക്സ്റ്റ് വീക്കിൽ വന്നപ്പം പാസ്റ്റർ അജിത്ത് ശുശ്രൂഷിക്കുക. ഡിവൈൻ ഹെൽത്ത് ആൻഡ് ഡിവൈൻ ഹീലിംഗ് എന്ന സബ്ജക്റ്റാണ് പാസ്റ്ററോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നതും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ഈ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ഒക്കെ ഉദിച്ചു വന്നായിരുന്നു. ഞാൻ വചനം ചിലതൊക്കെ പരിശോധിച്ച് നോക്കി വിശ്വസിക്കാൻ തുടങ്ങി. തുടർന്ന് 2 ക്ലാസ്സുകളൂടെ ഉണ്ടായിരുന്നു. പാസ്റ്റർ 3 ആഴ്ച ക്ലാസ് എടുത്തത്. 3 ആഴ്ചത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ തോന്നി, ഈ ഡിവൈൻ ഹീലിംഗ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് വിശ്വസിച്ച് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും, BP കൂടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ചെക്ക് ചെയ്തു, 2ാമത്തെ ഒരാഴ്ച ചെക്ക് ചെയ്തു, 3ാമത്തെ ആഴ്ച ചെക്ക് ചെയ്തു. പക്ഷേ BP നോർമലായിട്ട് നിൽക്കുന്നു. ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തതുകൊണ്ട് BP നോർമലായി. പിന്നെ എനിക്ക് മരുന്ന് വേണ്ട എന്നുള്ളൊരു ധൈര്യം എൻ്റെ മനസ്സിൽ വന്നു. ഇന്നിപ്പം 2014 മുതൽ 2026 എത്ര വർഷമായി? 12 വർഷമായിട്ട് ഞാൻ മരുന്നെന്ന് പറയുന്നത് അനുഭവിക്കുന്നില്ല. എൻ്റെ BP ഇപ്പം ചെയ്താൽ ഒരു സ്പോർട്സ്മാൻ്റെ BP ആയിരിക്കും. കറക്റ്റ് BP-യാണ്. അപ്പോൾ ഇത് നമുക്ക് സാധ്യമാണ് എല്ലാവർക്കും. നിങ്ങൾ ഇന്ന് ആരെങ്കിലും രോഗികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കഴിക്കാൻ തുടങ്ങണം. ഈ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇതിനകത്തുനിന്ന് വചനം നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ സൗഖ്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതൊരു സൗഖ്യമാണ്. അതിൽ പിന്നെ ഇതുവരെ ഞാൻ BP-യുടെ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ ഒരു 3 വർഷം മുമ്പ് എൻ്റെ ഈ കൈ ഇങ്ങനെ വിരലും മടക്കാൻ പ്രയാസമാണ്. ഈ ജോയിൻറ്റിൻ്റെ അവിടെ ചെറിയ ഒരു നീര് പോലും ഉണ്ടാവും. വലിയ പ്രയാസം. മടക്കുമ്പോൾ ഭയങ്കര വേദനയൊക്കെയാണ്. ഒരു ദിവസം ഞാൻ പാസ്റ്റർ അടുക്കൽ ചെന്ന്, പാസ്റ്റർ ഒരു സർജൻ വന്നല്ലോ, എൻ്റെ കൈ ഒന്ന് നോക്കിയിട്ട് എന്താ എന്ന് പറയണമെന്ന് പറഞ്ഞു. പാസ്റ്റർ കൈയെല്ലാം പിടിച്ച് നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ ഇത് ഗൗട്ടാണ്, സാരമില്ല, പൊക്കോളും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ എൻ്റെ 2 കൈയും കൂടെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ച് അങ്ങ് ഏറ്റെടുത്തു. അത് സൗഖ്യമായെന്ന്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് എൻ്റെ കൈ ഒരു കുഴപ്പമില്ല. അത് പിന്നെ ഇതുവരെ എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് മടക്കാം, വേദനയില്ല, നീരില്ല, ഒന്നുമില്ല. അപ്പോൾ അത് 2ാമത്തെ സൗഖ്യം. ഇതെൻ്റെ ജീവിത അനുഭവമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ ആരും പറഞ്ഞു കേട്ടതാണെങ്കിൽ ഞാൻ പറയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയാം.
വേറെ ഒരു സംഭവം കൂടെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം എൻ്റെ കാലിലുണ്ടായിരുന്നു. വെരിക്കോസ് വെയിൻ നിങ്ങൾക്കറിയാം, വെരിക്കോസ് വെയിൻ ആണെങ്കിൽ കണ്ടിന്യൂസ് നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ജോലിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് പോരാൻ നേരം ഒരു ഡോക്ടറെ കണ്ടു. അബുദാബിയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, ഇതിന് സർജറി ഉണ്ട്, സർജറി ചെയ്താൽ താൽക്കാലികമായിട്ടുള്ള വിടുതലൊക്കെ കിട്ടുള്ളൂ, പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തത് ഇനി നാട്ടിൽ വരുമല്ലേ, നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഓർത്തഞ്ഞ് പോരുന്ന. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഡിവൈൻ ഹീലിങ്ങിൽ ഞാൻ വിശ്വസിച്ചത് കാരണം ആർത്തറൈസിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ പ്രോബ്ലമോ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമായിട്ടില്ല. ഇന്നും എൻ്റെ ഈ കാലമൊക്കെ ഞാൻ രാവിലെയും 3-4 ഗെയിം ബാഡ്മിൻ്റൺ കളിച്ചിട്ടാണ് വരുന്നത്, എനിക്ക് വേദനയില്ല. അപ്പം നമുക്ക് ഇത് ഡിവൈൻ ഹെൽത്ത് നമ്മുടെ അവകാശമാണ് ദൈവമക്കളുടെ. അതാര് വിശ്വസിക്കുന്നോ അവർക്ക് അത് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനകത്തിൻ്റെ എല്ലാം മരുന്നുണ്ട്. ഏത് അസുഖത്തിന് മരുന്നില്ലാത്ത എല്ലാ അസുഖങ്ങളുടെയും മരുന്ന് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മളൊന്ന് തിരഞ്ഞൊന്ന് പിടിച്ചിട്ട് അത് നമ്മുടെ വായ കൊണ്ട് ഏറ്റു പറയുമ്പോഴായി സംഭവിക്കുന്നത്. എങ്ങനെ ഹീലിംഗ് സംഭവിക്കുന്നത്? ദൈവവചനം നമ്മൾ എടുക്കുക, ദൈവവചനം നമ്മൾ ഡിക്ലെയർ ചെയ്യുക, ദൈവവചനത്തെ വിശ്വസിക്കുക, അത് നമുക്ക് ഹീലിംഗായി മാറുക. ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പം എന്ത് അസുഖമെന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരെങ്കിലും കൈ പിടിക്കും, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദൈവവചനം എടുത്ത് പ്രാർത്ഥിക്കും. അതിൽ കൂടിയുള്ള സൗഖ്യം. അപ്പോൾ അങ്കിള് സൗഖ്യമായി. ആരങ്കിളിനെ സൗഖ്യമാക്കിയത്? യേശുവാണ്. ആരെ സൗഖ്യമാക്കിയത്? യേശു അല്ല. ആരെ സൗഖ്യമാക്കിയത്? യേശു. യേശു സൗഖ്യമാക്കി. എത്ര വർഷം മുമ്പെയാണ് രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ? 12 വർഷം മുമ്പേ. അപ്പൊ ആ സൗഖ്യം നടന്നു. യെസ്. അതെങ്ങനെ നടന്നു? അത് ഞാൻ വിശ്വസിച്ചതുകൊണ്ട്. എന്ത് വിശ്വസിച്ചു? വചനം വിശ്വസിച്ചു. എന്ത് വചനം? ദൈവത്തിന്റെ വചനം, സൗഖ്യത്തിന്റെ വചനം, യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തിന്റെ വചനം. ബൈ ഹിസ് സ്ട്രൈപ്സ്. എന്ത് വചനമാണ് പാസ്റ്റർ അവിടെ വിളംബരം ചെയ്തത്, ദൈവവചനം പ്രഖ്യാപിച്ചത്, പ്രഘോഷിച്ചത്? അവന്റെ അടിപ്പിണരുകൾ അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആ വചനത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറി ക്രൂശിൽ യേശു നിവർത്തിച്ചെടുത്ത ആ രോഗസൗഖ്യത്തെ അങ്ങള് കേട്ടത് അങ്ങള് വിശ്വസിച്ചു, തീരുമാനമെടുത്തു, തനത് പറയുവാൻ തുടങ്ങി, തന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട ആ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുവാൻ തുടങ്ങി. അങ്ങനെ രക്തസമ്മർദ്ദത്തിൽ നിന്ന് അങ്ങനെ കർത്താവ് സൗഖ്യമാക്കി. വെരിക്കോസ് വെയിൻ സൗഖ്യമായി. ഗൗട്ട്, അർത്രൈറ്റിസ് സൗഖ്യമായി. സന്ധിവാദം സൗഖ്യമായി. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടസൗഖ്യങ്ങൾ നടന്നു. ആമേൻ. യെസ്, ഐ ബിലീവ്. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. അതല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സൗഖ്യമായി എന്നല്ല. കഴിഞ്ഞ 12 വർഷമായി അങ്കിൾ മരുന്ന് കഴിച്ചോ? ഇല്ല. വയസ്സ് എത്രയുണ്ട് അങ്കിളിന്? എനിക്ക് 73 വയസ്സുണ്ട്. 73 വയസ്സുണ്ട്. സാധാരണ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു 8-10 മരുന്നെങ്കിലും ചുരുക്കം മിക്ക ആൾക്കാരും, ഒരു 90% ആൾക്കാരും കഴിക്കും. പക്ഷേ ഈ വചനത്തിന്റെ വെളിപ്പാട്, ദൈവിക സൗഖ്യത്തിന്റെ വെളിപ്പാട് ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കുവാൻ മാത്രമല്ല, ഒരു സൗഖ്യം നടക്കുവാൻ മാത്രമല്ല, സൗഖ്യത്തെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി, ആരോഗ്യത്തിലും സൗഖ്യത്തിലും, നോട്ട് ജസ്റ്റ് ഡിവൈൻ ഹീലിംഗ് ബട്ട് ടു വാക്ക് ഇൻ ഡിവൈൻ ഹെൽത്ത്. സോ യു ആർ എ സൈൻ. ഇന്ന് 73 വയസ്സുകാരനായ ഈ അങ്കിൾ നമ്മോട് വിളിച്ചു പറയുന്നു, കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവ്. ആർത്രൈറ്റിസ് സൗഖ്യമായി, രക്തസമ്മർദ്ദം സൗഖ്യമായി, വെരിക്കോസ് വെയിൻ സൗഖ്യമായി. 12 വർഷങ്ങളായി, 8 വർഷങ്ങൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നതായിരുന്നു. ഗൾഫിൽ ഹോസ്പിറ്റലിൽ എല്ലാ മാസവും 2 പ്രാവശ്യങ്ങളും അഡ്മിറ്റ് ആകുന്നു. ആണോ നിങ്ങളെ, അതോ വെറുതെ പറയുന്നതാണോ? പോകുമായിരുന്നു 2 ആഴ്ച ചെക്ക് ചെയ്യാൻ. ആണോ സുശീലൻ അങ്ങനെയായിരുന്നോ, അതോ വെറുതെ പറയുകയാണോ? ഹല്ലേലൂയ. ആമേൻ. കരമടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ദൈവത്തിന്റെ വചനം സ്വന്തം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ഇല്ലേ, ഇതാരാ ചെയ്തെടുത്തത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ വചനത്തെ ജഡമാക്കി തീർക്കുന്നത്, അത്ഭുതമാക്കി തീർക്കുന്നത്, ദൈവപ്രവൃത്തിയാക്കി തീർക്കുന്നത് എന്താണ്? ഉയർത്തിയെന്ന് പറയാം. പരിശുദ്ധാത്മാവ്. ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ഈ വചനത്തെ അത്ഭുതമാക്കി മാറ്റുന്നത്, സൗഖ്യമാക്കി മാറ്റുന്നത്. ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ദൈവിക സൗഖ്യത്തിൽ നടക്കുവാൻ കഴിയും. 12 വർഷമായി. അത് ദാറ്റ്സ് എ വണ്ടർ ടു മീ. 12 വർഷമായി ഇത്രയും പ്രായമായിട്ടും ഒരു മരുന്നും കഴിക്കാത്ത, സ്വന്തം വിഷയങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം. അങ്ങളിലൂടെ എന്തെങ്കിലും സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ടോ? അങ്കിള് ശുശ്രൂഷിച്ച് ഏതെങ്കിലും ഒരു സൗഖ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, സൗഖ്യം നടന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പലരുടെ ജീവിതത്തിൽ. പക്ഷെ അവര് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും സൗഖ്യമായിട്ടുണ്ട്. ഒരു സൗഖ്യം, ഒരു വിടുതൽ നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ കർത്താവ് നമ്മെ സ്പർശിച്ച് നമുക്കതൊരു അനുഭവമായി തീരുമ്പോൾ അത് പകരുവാൻ. ഇന്ന് അങ്ങളെ God is changing your life. ഇന്ന് അങ്കിൾ പറഞ്ഞു അനേകരോട് സൗഖ്യ ശുശ്രൂഷ. എവിടെ ഒരു രോഗി കണ്ടാലും അങ്കിൾ പോയി അവരോട് പ്രാർത്ഥിക്കുകയല്ല, ആദ്യം പാസ്റ്റർ പഠിപ്പിക്കുന്ന പോലെ, എന്താ ദൈവവചനം ഒരു നല്ല കർഷകൻ ചെയ്യുന്ന പോലെ സൗഖ്യത്തിന്റെ വചനങ്ങൾ
അതുകൊണ്ടാണ് ക്ലാസ് രൂപേണയൊക്കെ ഞായറാഴ്ച സഭായോഗത്തിൽ ദൈവത്തിന്റെ വചനം, ഗാഡ്സ് വേർഡ് ഇസ് ദ ഹീലിംഗ് വേർഡ്, ഈ ദൈവത്തിന്റെ വചനം സൗഖ്യത്തിന്റെ വചനമാ. അതാര് സ്വീകരിക്കുന്നു അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതത്തെ ഉണ്ടാക്കും. ആമേൻ. രോഗവ്യാധികൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല, ശ്വാസം മുട്ടി പോകും. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. അതുകൊണ്ട് ഞങ്ങളും ആൻറ്റിയും ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ എവിടെ പോയാലും എന്ത് ചെയ്യും? സ്തോത്രം. അവർക്ക് വചനം ആദ്യം എന്ന് പറയാം, ബൈബിൾ എടുത്ത് പറയാം, ആദ്യം സൗഖ്യത്തിന്റെ വചനം ഒരു കർഷകൻ ചെയ്യുന്ന പോലെ സ്തോത്രം നിലത്തേക്ക് ഒന്ന് ഉഴുത് മറിഞ്ഞ് ആ വചനം അങ്ങോട്ട് വിതയ്ക്കും. എന്നിട്ട് സാധാരണ പ്രാർത്ഥനയല്ല, ഇറ്റ്സ് എ ഫെയ്ത്ത് ഫിൽഡ് പ്രയർ. അതും പ്രാർത്ഥനയല്ല, കർത്താവിന്റെ നാമത്തിൽ എന്താ ചെയ്യുന്നത്? യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കും. പ്രൈസ് ബി ടു ഗോഡ്. എന്ന് അങ്കിളിന്റെ ദൈവം ഇത് അങ്ങളുടെ ജീവിതത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു പരമ്പരകളായി അനേകർക്ക് സൗഖ്യം വാരി വിതിരുവാൻ കർത്താവ് അങ്കിളിനെ സഹായിക്കും. God bless you. കരമടിച്ച് നമുക്ക് അങ്കിളിന്റെ ലൈഫിനായി. So he is a sign എന്ന് പറയാം, ഒരു അടയാളമാണ്. Amen. That we can walk in divine. മരുന്നുകളില്ലാതെ. Hallelujah. Amen. 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 Thank you.